നമസ്കാരം. സൂര്യരാശി ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി ബി രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. 2026 ജൂലൈ 12 മുതൽ 18 വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് ഇപ്പോൾ പറയുന്നത്. മേടം അഥവാ ഏരിസ്, മാർച്ച് 22 മുതൽ ഏപ്രിൽ 20 വരെ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഈ രാശിക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനും കലഹിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ കലഹങ്ങൾ ഇടപെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എടുത്തിയാടി ഒരു സംരംഭത്തിനും തുനിയാതിരിക്കുക. ദൈവാധീനമുള്ള സമയമാണ്, അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വരാനുള്ള സാധ്യത കുറവാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. കുടുംബത്തിലൊരു മംഗള കർമ്മം നടക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകാനും സാധ്യതയുള്ളൊരു സമയമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. ഓഹരി ഇടപാടുകളൊക്കെ ലാഭകരമായിട്ട് മാറും. ഷെയർ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഈ ആഴ്ച വളരെയധികം ഗുണകരമാണ്. വിശേഷപ്പെട്ട വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇടവം അഥവാ ടോറസ്, ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ ജനിച്ചവർക്ക് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്ന ഒരു സമയമാണ്. ദൈവാധീനം കുറഞ്ഞ സമയമാണെങ്കിലും ഉന്നത ബന്ധങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ തുടർ പഠനത്തിനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. എന്നാൽ തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകളും സഹപ്രവർത്തകരിൽ നിന്നുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ വാരത്തിൻ്റെ പ്രത്യേകതയാണ്. യാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാകും. വിശേഷ വസ്ത്രങ്ങളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പുതിയ വാഹനം സ്വന്തമാക്കാനും ചിലർക്ക് യോഗം കാണുന്നുണ്ട്. മിഥുനം, മെയ് 22 മുതൽ ജൂൺ 21 വരെ ജനിച്ചവർക്ക് പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു കാലമാണ്. ദൈവം ഒപ്പം ഉള്ളതായിട്ട് അനുഭവപ്പെടുമെങ്കിലും പല കാര്യങ്ങൾക്കും പല പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പെട്ടെന്നുള്ള യാത്രകൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഫൈനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിഴ അടയ്ക്കേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാഹനവുമായിട്ട് റോഡിലിറങ്ങുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും. സ്വന്തമായിട്ട് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാവും. അതുപോലെ കൃഷിയിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് ഇത്. കർക്കിടകം അഥവാ ക്യാൻസർ, ജൂൺ 22 മുതൽ ജൂലൈ 23 വരെ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള പല ഫലങ്ങളും പ്രതീക്ഷിക്കാം. ഉന്നത വ്യക്തികളെ അങ്ങോട്ട് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അവരിങ്ങോട്ട് വരുന്നു വിചാരിച്ചിരിക്കാതെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരെയൊക്കെ സമീപിക്കാവുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കൂടുതൽ ചുമതലകളൊക്കെ ലഭിക്കാനും അധികാരങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതികളും അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ ഭിന്നതയോ പങ്കാളിയുമായിട്ട് അകന്ന് കഴിയേണ്ടി വരാനൊക്കെ സാധ്യതയുണ്ട്. വീട് വിട്ട് കഴിയാനോ അല്ലെങ്കിൽ യാത്ര പോകാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. ഓഹരി ഇടപാടുകളൊക്കെ ലാഭകരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. വിശേഷപ്പെട്ട ചില വസ്ത്രങ്ങളൊക്കെ സമ്മാനമായിട്ട് അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കാനുള്ള സാധ്യത ഈ ആഴ്ചയുടെ പ്രത്യേകതയാണ്. സൈനിക രംഗത്ത് ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചിങ്ങം അഥവാ ലിയോ, ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 23 വരെ ജനിച്ചവർക്ക് ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വ്യാഴം 12-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ചിലവുകളൊക്കെ അധികമായിട്ട് വരാം. പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കാതെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത് മറ്റൊരു സമയത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ സർക്കാരിൽ നിന്ന് ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വയം പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രൊഫഷണൽസൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അവരുടെ മേഖലയിലൊക്കെ ശോഭിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്നോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നോ ഒക്കെ ചില എതിർപ്പുകളോ തർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരം കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും
നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ ദോഷങ്ങൾക്ക് പരിഹാരമാകുന്നതാണ്. കന്നി ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 23 വരെ ജനിച്ചവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനോ ഒക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഉന്നത അധികാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ടമില്ലാത്ത ദിക്കിലേക്ക് സ്ഥലം മാറ്റം, ചിലപ്പോൾ പണിഷ്മെൻറ്റ്, ട്രാൻസ്ഫർ പോലും കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. എന്നാൽ ദൈവാധീനമുള്ള കാലമായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും വരാൻ സാധ്യത കുറവാണ്. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി കാലങ്ങളിലുള്ള ഒറ്റക്കുള്ള വാഹനയാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കാനായിട്ട് നോക്കുക. അപകട സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളിലും വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും. വീട്ടിൽ നിന്ന് മാറി കുറച്ച് ദിവസം കഴിയാൻ സാധിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായി മാറിപ്പോകാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുടുംബ പരദേവതയൊക്കെ പ്രീതിപ്പെടുത്തുന്നതും നന്നായിരിക്കും. തുലാം അഥവാ ലിബ്ര സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 23 വരെ ജനിച്ചവർക്ക് പല കാര്യങ്ങൾക്കും എതിർപ്പുകൾ സുഹൃത്തുക്കളിൽ നിന്നും പങ്കാളിയിൽ നിന്നും നേരിടേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പങ്കാളിയുടെയും സുഹൃത്തുക്കളുടെയൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവരെ കൂടുതൽ കെയർ ചെയ്തിട്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മറ്റ് പങ്കാളിയുടെ ഒക്കെ സഹായവും സപ്പോർട്ടും നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾക്ക് ഇപ്പോൾ കാലം അനുകൂലമല്ല. പല എതിർപ്പുകളും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും എതിർപ്പുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അസുഖങ്ങളൊക്കെ വരാനും പകർച്ചവ്യാധികൾ പിടിപെടാനൊക്കെ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ പണം കൈവശം വന്നു ചേരാനുള്ള യോഗമുണ്ട്. അധികമായിട്ട് പല രീതിയിലും പല വഴികളിലൂടെയൊക്കെ പണം വന്നു ചേരും. ബിസിനസ് കാര്യങ്ങളിലും അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊന്നും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ആ കാര്യത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വൃശ്ചികം ഒക്ടോബർ 24 മുതൽ നവംബർ 23 വരെ ജനിച്ചവർക്ക് സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ അവനവന് തന്നെ അബദ്ധമായിട്ട് തീരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അബദ്ധങ്ങളൊന്നും പ്രവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പങ്കാളിയുമായിട്ടും ദമ്പതികൾ തമ്മിലും അഭിപ്രായ ഭിന്നതകളോ അകന്നു കഴിയേണ്ടി വരാനൊക്കെ സാധ്യതയുണ്ട്. ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ മനക്ലേശം വിടാതെ പിടികൂടാനും മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളൊക്കെ വർദ്ധിക്കാനും മക്കളെക്കുറിച്ചുള്ള ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. യാത്രകൾ ഗുണകരമായിട്ട് മാറും. ഔദ്യോഗിക യാത്രകൾക്കൊക്കെ സാധ്യത കൂടുതലാണ്. ധനു അഥവാ സജിറ്റേറിയസ് നവംബർ 23 മുതൽ ഡിസംബർ 22 വരെ ജനിച്ചവർക്ക് പല വിധമായിട്ടുള്ള പരിവർത്തനങ്ങളും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കോടതി കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകും. ഭൂമി സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കാർഷിക വൃത്തിയിലൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാനും ഈ ഒരു വാരം കൂടുതൽ ഗുണകരമാണ്. ദൈവാധീനം കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എതിരാളികളെ വശത്താക്കാനും അവരെ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സൈനികർക്ക് അവരുടെ മേഖലയിൽ അംഗീകാരങ്ങളും ബഹുമതികളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധാരാളം യാത്രകൾക്കും ഈ ഒരാഴ്ച സാധ്യത കൂടുതലാണ്. മകരം അഥവാ കാപ്രിക്കോൺ ഡിസംബർ 23 മുതൽ ജനുവരി 20 വരെ ജനിച്ചവർക്ക് ഈ ഒരു വാരം കൂടുതൽ ഗുണകരമാണ്. പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. പ്രണയിതാക്കളുടെ വിവാഹ കാര്യമൊക്കെ തീരുമാനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഉദ്ദേശിക്കുന്നത് പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. എന്നാൽ ഉന്നത വ്യക്തികളുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളോ അവരിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായം ലഭിക്കാതെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് കിട്ടേണ്ട പേപ്പറുകൾ കിട്ടാൻ കാലതാമസം വരാനൊക്കെ സാധ്യത ഈ ഒരു ആഴ്ചയുടെ പ്രത്യേകതയാണ്. കുംഭം അഥവാ അക്വേറിയസ് ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെ ജനിച്ചിട്ടുള്ളവർക്ക് ദൈവാധീനം കുറഞ്ഞ സമയമാണ്. അതുകൂടാതെ വീട്ടിൽ സമാധാനക്കേടും കലഹങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
യാത്രകൾക്ക് മുടക്കം വരാനോ യാത്രാവേളയിൽ അപകടം സംഭവിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് റിസ്ക്കുള്ള അല്ലെങ്കിൽ അപകടം സാധ്യതയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് വനമേഖലയിലേക്കൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ദൈവാധീനം കുറഞ്ഞ സമയമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ മുടങ്ങാതെ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുടുംബ പരദേവതയെ പ്രീതിപ്പെടുത്തുന്നത് ഒരു പരിധിവരെ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉന്നത ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതുവഴി ചില നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെ സാധിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാനും യോഗമുള്ള സമയമാണ് ഇത്. മീനം അഥവാ പിസസ് ഫെബ്രുവരി 20 തൊട്ട് മാർച്ച് 21 വരെ ജനിച്ചിട്ടുള്ളവർക്ക് യാത്രകൾക്ക് കൂടുതൽ സാധ്യതയുള്ള ഒരു സമയമാണ്. പുതിയ ചുമതലകൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മക്കളുടെ നേട്ടങ്ങളിലൊക്കെ അഭിമാനിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ടാവും. എന്നാൽ ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിക്കുന്നത് ചില കുഴപ്പങ്ങൾക്ക് കാരണമാകും. അത്തരം കാര്യങ്ങളും ശീലങ്ങളും മാറ്റിവെക്കുന്നതായിരിക്കും അല്പം കുറച്ച് കാലത്തേക്കെങ്കിലും നല്ലത്. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല. അതെല്ലാം മറ്റൊരു നല്ല സമയത്തേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹോദര സഹായം ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. തിരിച്ച് സഹോദരനെ ചിലപ്പോൾ സഹായിക്കേണ്ടി വരാനും സാധ്യതയുള്ള ഒരു കാലമാണ്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാനൊക്കെ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും.